മക്കളെ, അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ അല്ലേ? ആൻഡ് കീം എക്സാം അതിനേക്കാളും മുന്നേ നടക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കീം നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഫീ നമ്മൾ ഓൾറെഡി കുറച്ചിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ബുക്ക് നമ്മൾ നിർത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നിങ്ങൾക്ക് ബുക്ക് എന്താ പറയുക, നിങ്ങൾ ബാച്ചിലർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് കിട്ടുകയില്ല, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ നീറ്റ് എക്സാം May 4th നടക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ബുക്ക്, നമ്മുടെ നീറ്റ് ക്രാഷിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സാം വിന്നറിൻ്റെ ഈ ഒരു ബുക്ക് April 23 വരെ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ April 23 മുൻപ് ജോയിൻ ചെയ്യുന്ന മക്കൾക്കായിരിക്കും നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി ജോയിൻ ചെയ്യുമ്പോൾ, അതായത് April 21 മുതൽ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് ഇനി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായിരിക്കും, ക്ലാസ്സുകൾ ലൈവായിട്ട് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ഒക്കെ റെക്കോർഡഡ് വേർഷൻ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാത്ത ചാപ്റ്റേഴ്സ്, അറിയാത്ത പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണ് നമ്മളുടെ മോക്ക് ടെസ്റ്റുകൾ. ഓക്കെ, 10 നീറ്റ് മോക്ക് ടെസ്റ്റുകളാണ് നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റുകൾ കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇനി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ ഒരു 23 വരെ മാത്രമേ നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ക്രാഷ് ബാച്ചിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ലൈവായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ആൻഡ് ഇനി ഒരു ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം കൂടെ കവർ ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ? കുറച്ച് സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾ എന്തായാലും കവർ ചെയ്തിരിക്കേണ്ട ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സും കൂടി മിസ് പറയുന്നുണ്ട്. അതായത് അനിമൽ കിങ്ഡം, നിങ്ങൾക്കറിയാം +1 നമ്മുടെ പബ്ലിക് എക്സാമിനായാലും നീറ്റ് എക്സാമിന് നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. ആൻഡ് നമ്മുടെ മോർഫോളജി അനാറ്റമിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടുന്ന് വരാറുണ്ട്. അതുപോലെ ബയോമോളിക്യൂൾസ്, സെൽ സൈക്കിള്, പ്ലാൻ ഗ്രോത്ത്, പിന്നെ നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജിയിലുള്ള ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഒരു 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ലോക്കോമോഷൻ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ലോക്കോമോഷൻ നിന്നൊക്കെ ഒരു ആവറേജ് വരാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ +2 ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരു 2 വർഷം മുമ്പ് വരെ 5 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ ഒക്കെ വന്നതായിരുന്നു. പക്ഷേ ലാസ്റ്റ് 2 ഇയേഴ്സ് ആയിട്ട് 1 ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യനും കണ്ടിട്ടുള്ളൂ. ഇനി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം പ്രിൻസിപ്പിൾസും മോളിക്കുലാറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്. ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ്. 5 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും. ഓക്കെ, ആൻഡ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത്, അതുപോലെ തന്നെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ഇതേപോലെ തന്നെ ഒരു 5 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, അതായത് ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റർ നിങ്ങൾക്ക് ഒഴിവാക്കാം എന്നല്ല മിസ് പറയണത്. ഒരു ചാപ്റ്റേഴ്സും നമുക്ക് നീറ്റിന് ഒഴിവാക്കാനില്ല. ഓക്കെ, എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഈ ചാപ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതാണ്. ഇത് എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈനറ്റിക്സ്, അതുപോലെ റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ, മോഡേൺ ഫിസിക്സ്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. ആൻഡ് +2 നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, അതുപോലെ കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ്, റേ ഓപ്റ്റിക്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഇതൊക്കെ നല്ല വെയിറ്റേജിന് അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സാണ്. ആൻഡ് നമ്മളുടെ എന്താ പറയുക, കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് കെമിസ്ട്രിയിൽ മിസ് +1 +2 എന്ന് ആക്കിയിട്ടില്ല. പകരം നമുക്കവിടെ ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, പിന്നെ ഓർഗാനിക് കെമിസ്ട്രി, ഇങ്ങനെയാണുള്ളത്. അതിൽ +1 ചാപ്റ്റേഴ്സ് ഉണ്ട്, +2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതായത് സ്ട്രക്ചർ ഓഫ് ആറ്റം, തെർമോഡൈനമിക്സ്, ഇക്വിലിബ്രിയം, ഇലക്ട്രോ കെമിസ്ട്രി, അതുപോലെ കെമിക്കൽ കൈനറ്റിക്സ് ആണ് ഈ ഒരു ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും വെയിറ്റേജും വന്നിട്ടുള്ളത്. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ കെമിക്കൽ ബോണ്ടിങ്, D&F, അതുപോലെ തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രിയുടേത് ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ ചാപ്റ്റേഴ്സും ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ നോക്കിയിരിക്കേണ്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്ന മക്കൾ ഈ ചാപ്റ്റേഴ്സ് കുറച്ചുകൂടി ഒന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് പഠിക്കുക. കാരണം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കുറച്ചുകൂടി ഈ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ആൻഡ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ April 23 മുൻപ് ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ
അതിനുശേഷം നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബുക്ക് പോസ്റ്റൽ വഴി എത്താനുള്ള ഡിലേ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനും കൂടി പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡേറ്റ് വെച്ചത്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ ഏപ്രിൽ 23 മുമ്പ് അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടുന്നുണ്ടാകും. പക്ഷേ അത് റെക്കോർഡഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ 10 നീറ്റ് മോക്ക് ടെസ്റ്റുകൾ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. ടെൻഷനൊന്നും എടുക്കേണ്ട കാര്യമില്ല. ടെൻഷൻ എടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ല, പകരം ദോഷമായിരിക്കും ഉണ്ടാവുക. സമാധാനമായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇനി പുതിയത് പഠിക്കാൻ വേണ്ടി നോക്കാതെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. റിവിഷനാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതുപോലെ തന്നെ ടെസ്റ്റുകൾ എടുക്കാം. ഈ 2 കാര്യങ്ങൾ അല്ലേ ഏറ്റവും ലാസ്റ്റ് ടൈമിൽ നമ്മൾ നോക്കേണ്ടത് റിവിഷനാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന അത്രത്തോളം ടെസ്റ്റുകൾ എടുക്കുക. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. അത് നമ്മുടെ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള മക്കൾക്ക് താഴെ കാണാൻ നമ്മൾ മെസ്സേജ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കാം.